അബ്ജേട്ടൻ BNI എന്ന് പറഞ്ഞിട്ട് ചെറുതുരുത്തിയിൽ എന്തോ ക്ലാസ് അറ്റൻഡ് ചെയ്യാനോ എന്തിനോ പോയി. അപ്പോൾ പിന്നെ തക്കം നോക്കി ഞാൻ വീട്ടിലും പോയി. ഒരു ദിവസം അങ്ങനെ നിൽക്കാൻ കിട്ടിയ അവസരം വെറുതെ പാഴാക്കണ്ട. പിന്നെ എല്ലാവരും കൂടെ കൂടിയതല്ലേ, അപ്പോൾ ഡിന്നർ പുറത്തുനിന്ന് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് അച്ഛനമ്മയും പറഞ്ഞു ഹൈലൈറ്റ് മാളിൽ പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോയിട്ടോ. അവിടെ പോയിട്ട് ഫുഡ് കോർട്ടിൽ പോയി ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞു. ഇപ്പോഴറിഞ്ഞു അത് നമ്മുടെ അവിടുത്തെ ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് സാധനങ്ങൾ മേടിച്ച് ഫുഡ് കോർട്ടിൽ പോകാൻ പാടില്ല. അത് ഞങ്ങൾ വൈകിയാണ് അറിഞ്ഞത്. അതുകൊണ്ട് ലുലു ഡെയിലിയിൽ വലിയ ഓഫേഴ്സൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് മട്ടനും പിന്നെ ഫ്രൂട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും ഒക്കെ മേടിച്ചിട്ട് ഞങ്ങൾ നേരെ ഫുഡ് കോർട്ടിൽ പോയി. ഫുഡ് കോർട്ടിൽ ഇപ്പോൾ ഒരുവിധം അത്യാവശ്യം എല്ലാ ഷോപ്പുകളും ഓപ്പണായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ കുട്ടനിലെ ഒരു ഹൈലൈറ്റ് മാളിൽ. അങ്ങനെ ഞങ്ങൾ നേരെ പോപ്പൈസ് അവിടെ ഞങ്ങളത് കഴിച്ച് ട്രൈ ചെയ്ത് നോക്കിനായിരുന്നില്ല ചിക്കൻ. ഒരുവിധം എല്ലാതും സ്പൈസിയാണ് വരുന്നതെന്ന് ഞാൻ കേട്ടായിരുന്നു, പക്ഷെ ഞങ്ങളത് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു അത് ട്രൈ ചെയ്യുന്നത്. പക്ഷെ അഞ്ഞുനെക്ക് കാലിന് വയ്യാത്തതുകൊണ്ട് അവളെ കൊണ്ടുവന്ന് ഇരുത്തിയേക്കാം അവിടെ ഇരുന്നോ എണീക്കണ്ടെന്ന് പറഞ്ഞു. നീര് വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ പിന്നെ അവളുടെ അടുത്ത് അവിടെ ഇരുന്നാൽ മതി എന്ന് പറഞ്ഞു. ഞങ്ങൾ ഫുഡ് മേടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ പിള്ളേർ വേഫിൾസ് വേണമെന്ന് പറഞ്ഞിട്ട് അച്ചാച്ചനും സോപ്പിട്ട് വേഫിൾസ് മേടിച്ചു കിട്ടും. അത് ഒരു വേഫിൾസ് മേടിച്ചാൽ മതി എന്ന് അമ്മാമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കേറ്റിനും നല്ല കപക്കെട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇനി എക്സാം ടൈമൊക്കെ അല്ല, ഇനിയിപ്പോൾ വലിയ ബുദ്ധിമുട്ടുകളൊന്നും വരണ്ടെന്ന് വെച്ചിട്ട് എൻ്റെ മുഖം കണ്ട അബ്ചേട്ടൻ അവിടെ പോയിട്ട് എനിക്ക് 8ൻ്റെ പണി നിന്നിട്ട് പോയത്. ഫോണിൽ ഒരുപാട് മെസ്സേജസും കാര്യങ്ങളും വന്നിട്ട് അതിനൊന്ന് റിപ്ലൈ കൊടുക്കാൻ എന്നെ കൊണ്ട് പറ്റുന്നില്ല. ഒരു ലോഡ് മെസ്സേജസ് ഉണ്ട്. അപ്പോൾ ഞാനാകെ ഡെസ്പായിട്ടോ. അത് കഴിഞ്ഞപ്പോഴത്തേനും ഫുഡ് വന്നു. അല്ല, അതിന് മുന്നേ ഒരു വേഫിൾസാണ് വന്നത്. അതിനൊരു അങ്കംവെട്ട് തന്നെയായിരുന്നു. ഇതിനെല്ലാവർക്കും വലിയ ഇഷ്ടമൊന്നും ഉണ്ടായിരുന്നില്ല. ആമിയായിരുന്നു ഇതിൻ്റെ മെയിൻ ആൾ. പക്ഷെ ഇപ്പോൾ അവൾ കഴിക്കുന്ന കണ്ട് ഇപ്പം എല്ലാവർക്കും അതിന് ഹരായി. ഇവരിത് കഴിച്ചാൽ പിന്നെ ഫുഡ് കഴിക്കില്ല. അതുകൊണ്ട് തന്നെ അതധികം ഞങ്ങൾ പ്രോത്സാഹിപ്പിച്ചില്ല. അപ്പോഴത്തേന് ഫുഡൊക്കെ വന്നായിരുന്നു കേട്ടോ. നമ്മൾ KFC ഇത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അമ്മയ്ക്ക് ചിക്കൻ ആണ് ഇഷ്ടപ്പെട്ടത്. ഈ ഷഞ്ജുനിക്ക് ഇത് ഇഷ്ടപ്പെട്ടായിരുന്നു, കാരണം കുറച്ച് സ്പൈസിനെസ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് ഇഷ്ടപ്പെടും. പിന്നെ അവരുടെ ഫ്രൈസ് നല്ലതായിരുന്നു, അതുപോലെ ഡിപ്പും നല്ലതായിരുന്നു. കുറച്ച് വെറൈറ്റി ആയിട്ട് തോന്നിയായിരുന്നു. ഞങ്ങൾ നേരെ വീട്ടിൽ പോകുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോസ് ഇഷ്ടപ്പെട്ടാണെന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ, ബൈ.